അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗ് നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി, ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ അതവിടെ ഉസ്മാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് ഞാൻ എണീച്ച് പല്ല് വെച്ചിട്ട് ഇനി ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ നമ്മളെ യൂട്യൂബിൻ്റെ പരിപാടിയാണ് കേട്ടോ. ക്രിയേറ്റർ കളക്റ്റീവാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ആ സമയത്തായിരുന്നു നമുക്ക് പ്രഗ്നൻസീൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനും ഉസ്മാനും ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറ്റുകയാണെങ്കിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മെയിലൊക്കെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. കൺഫേം ആയിട്ടുള്ള മെയിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഉസ്മാനെ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും പോകണം. കാരണം നമുക്കുള്ള അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കൊച്ചു ഈവൻറ്റും അവാർഡും ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ചു. കൊച്ചിയിൽ വെച്ചിട്ടാട്ടോ പരിപാടി. ഇപ്പോൾ സമയം വന്നിട്ട് 8:30 ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്നാലേ നമ്മൾ പരിപാടി 3 മണിക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ അവിടെ നമ്മൾ എത്താൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ. നമുക്ക് 4 മണിക്കൂർ ഇവിടുന്ന് എന്താ പറയുക റണ്ണിങ് ടൈം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചത് കേസ്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പിന്നെ ഇത് കെട്ടിട വിദ്മയൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. ഇതെന്താണെന്ന് കാണുന്നില്ലല്ലോ. ഓക്കെ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇടണം. അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ റിഹേഴ്സലാണ് ചെയ്തത്. ചിലപ്പോൾ ഞാൻ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫാനിട്ടാ കേൾക്കില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ പിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഉസ്മാൻ റെഡിയായി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള വീഡിയോ ഒക്കെ എടുക്കാം. കുറേ യൂട്യൂബേഴ്സിനൊക്കെ ഇന്ന് കാണാനുള്ളതാണ്. ഞാൻ 2ാമത്തെ തവണയാണ് യൂട്യൂബേഴ്സിനൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോണത് കേട്ടോ. ഞാൻ എന്താ പറയുക, കണ്ടിട്ടുള്ള വീഡിയോയിലുള്ള ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ എൻ്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് എന്നെ കാണുന്ന പോലെയാണ് എനിക്ക് ഞാൻ എന്താ പറയുക കാണുന്ന യൂട്യൂബേഴ്സിനെ നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, പറഞ്ഞത് മനസ്സിലുണ്ടോ വിചാരിക്കണം. അപ്പോൾ നമ്മൾ പോവാണ്, കാറിലാണ് പോകുന്നത്. എറണാകുളത്ത് എത്തണം കേസ്. ഇപ്പോൾ സമയം വന്നിട്ട് 9:15 ആയിട്ടുണ്ട്. ഉസ്മാൻ 9:15 ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ പോണ വഴിക്ക് കാണിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോവാണ്. നമുക്ക് ഇവിടുന്ന് 5 മണിക്കൂറും 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 177 കിലോമീറ്റർ ഉണ്ട്. മുല്ലാമ്പാറ റോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. പിന്നെ നല്ല മഴയുണ്ട്. ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. ഇന്ന് നല്ല മഴയാണ് ഗൈസ്. മഴയും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പോവാണ്. പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അല്ലാണ്ട് ഭയങ്കര ബോറാവും നമ്മളെ വ്ളോഗ്. അല്ലേ ഉസ്മാനെ? എന്ത് പറയുന്നു? മഴയാണ്. മഴ ആയാൽ തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ തന്നെ ചടപ്പാണ്. ആ ഒരു കാര്യമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ പോയിട്ട് അവിടെ എത്തട്ടെ. എത്തിയിട്ട് ബാക്കിയുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഇനിയും 3 മണിക്കൂർ പോകാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ നമ്മൾ വീട്ടിൽ നിന്ന് കുടിച്ചാണ്, എന്നാലും കുറച്ചൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. എന്തെങ്കിലും നല്ല എണ്ണക്കടിയൊക്കെ കൂട്ടിയിട്ട് ഉസ്മാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. പഴംപൊരി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പഴംപൊരി കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ചായ കുടിക്കാൻ. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങി അതിൻ്റെ അടുത്ത്. വിശക്കുന്നുണ്ടോ വെച്ചാൽ വിശക്കുന്നുണ്ട്, വിശക്കുന്നില്ല വെച്ചാൽ വിശക്കുന്നില്ല. അത്ര വിശപ്പില്ല കേട്ടോ, ചെറിയ വിശപ്പ്. നല്ല രസമല്ല, പക്ഷെ ചൂടില്ല. മതി. എനിക്ക് കുറേ തിന്നാലും അതും പാടാം. കുറച്ച് കഴിയുമ്പോൾ ചോറ് തിന്നാനുള്ളതാണ് രസം. ഞാൻ തിന്നട്ടോ, തിന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ പോന്ന് നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. നമ്മളെ സ്ഥലത്താനായി. ഉസ്മാനിക്ക് മാപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം അറിയില്ല. അവിടെ അല്ലേ ഞാൻ വെച്ചത്.
വേണം കയറാൻ പരിപാടി. കാരണം പരിപാടി 3 മണിക്കാണ് തുടങ്ങുക, 4 മണിക്കായിരിക്കും തുടങ്ങുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കഴിച്ച് ഞാൻ. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയും പോവാനുണ്ട് 5 കിലോമീറ്റർ. 4 മണിയാവാനായി. 4 മണിക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ കയറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ്. പൊരിഞ്ഞ ഡ്രൈവിലാണ് ഗൈസ്. ഓ നാടൻ ഞാനൊരു തിരിച്ചു പോകും നമ്മള്. പിന്നെ നമ്മളിവിടെ വേറെ ആളും ഉണ്ട് കേട്ടോ. ശ്രുതി ഉണ്ട്. ശ്രുതി ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ബിസ്മി ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും വെയിറ്റിംഗിലാണ് ഗൈസ്. നമ്മൾ എത്തി എവിടോ എത്തിക്കണ. ഇത് തന്നെയാണോ വഴിയെന്നറിയില്ല. ചേച്ചി നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എവിടോ എത്തിയിട്ട് എന്തായാലും സ്ഥലം അവസാനിക്കാനായി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇവിടെ തന്നെ ആവുമെന്ന് വിചാരിക്കാം അല്ലേ ഗൈസ്. അവസാനം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതെന്റെ സ്ഥലം, ഇതെന്റെ സ്ഥലം. ഏകദേശം നമ്മളെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്തിയെത്തേ കൊച്ചെത്തേ. ശ്രുതി വരുന്നുണ്ടാ. രജിസ്ട്രേഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞേ. എവിടെയാ രജിസ്ട്രേഷൻ? ലൈനിൽ നിന്നിട്ട് വേണം. മുട്ടിയിരിക്കുകയാണ്, കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഹലോ ശ്രുതി, ശ്രുതി ഹലോ. വാ ബിസ്മിയ. എന്താ അങ്ങനെ നിൽക്കുന്നത്? എന്താ ചെയ്യാ? ഓർഡർ ടാലന്റഡ് ആയിട്ടുള്ള നിങ്ങൾ എല്ലാത്തിന്റെയും ബൗണ്ടറീസ് തന്നെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ടാലന്റഡ് പീപ്പിൾ ആണ്. And especially a lot of people are from Trivandrum because I'm also from Trivandrum and I'm so happy to see Sharanya Nandakumar and Karthik Surya. Yes. ഇപ്പൊ നമ്മളൊരു ഡെമോ ആണ്. ഒരു സോഫ്റ്റ് ബോക്സ് ആണ് ഇത്. നമ്മള് ഇതെല്ലാം വേദനയ്ക്ക് തോന്നുമല്ലേ അറിയുമ്പോ. അപ്പൊ നമ്മള് ശരണ്യനെ ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. ഇത് വാങ്ങുന്ന ആള് എന്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് വരും. പേടിക്കണ്ട, നല്ല എന്റർടൈനിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇവരാണ് അത് ലീഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ടായിരിക്കും ഇവർ എറിയാൻ പോകുന്നത്. Are you ready? എന്താ പേര്? പ്രിയ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോ? ബിജുവിന്റെ ഈ ഒരു അംഗീകാരത്തിന്റെ എത്രത്തോളം വ്യാപ്തി ബിജുവിന് പോലും അറിയുമെന്ന് എനിക്കറിയില്ല. ഏഷ്യയിൽ ആദ്യമായിട്ട് 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ നമ്മളെല്ലാവരെയും മീറ്റ് ചെയ്ത് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഈവൻറ്റ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ബിസ്മീൻ്റെ ഫാമിലീനെ അതേപോലെ ശ്രുതീൻ്റെ ഫാമിലീനെയൊക്കെ പരിചയപ്പെട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് വേണ്ടി മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാൻ വന്നിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.